ഹായ്, ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മേരി ക്യൂൻ ചർച്ച് തോപ്പിൽ. അത് നമ്മുടെ വിശേഷം എൻ്റെ രണ്ടാമത്തെ സിസ്റ്ററായ പ്രീതി രൂപേഷിൻ്റെ മോളായ വേദേര ഹോളി കമ്മ്യൂണിയൻ കുർബാന കൈക്കൊള്ളപ്പാടാണ് അന്ന്. അതിൻ്റെ വിശേഷങ്ങളാണ്. നമ്മൾ ഏകദേശം പള്ളിയിലെത്തിയപ്പോൾ 1 മണിക്കൂറൊക്കെ ലേറ്റ് ആയിട്ടുണ്ട്. 60 ആളുടെ ഹോളി കമ്മ്യൂണിയൻ കുർബാന കൈക്കൊള്ളപ്പാടാണ് ഈ പള്ളിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പറ്റാവുന്ന പോലെ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.
ഒരിക്കൽ കൂടെ നമ്മുടെ നന്ദിയും സ്നേഹവും ആദരവും ബഹുമാനവും കൊണ്ടർപ്പിക്കാം. അതുപോലെ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം തുടങ്ങി ഇവരെ പരിശീലിപ്പിക്കുകയായിരുന്നു. മതാധ്യാപകർ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ 7-8 മാസം ഇവരെ ഒരുക്കുകയായിരുന്നു. കൂട്ടവകാശികളും പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സമ്പന്നരുമാക്കിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദാസർ സത്യത്തിലും ആത്മാവിലും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആശീർവദിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മാർ യോസേഫിന്റെയും വിശുദ്ധ സ്ലിഹന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലിഹായുടെയും വേദസാക്ഷികളുടെയും സകല വിശുദ്ധന്റെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും ഇടവക മധ്യസ്ഥരുടെയും പ്രാർത്ഥന ഈ ശിശുക്കളെ സഹായിക്കുമാറാകട്ടെ. ഇവരുടെ നാമത്തിന് കാരണബോധരായ വിശുദ്ധരുടെ ജീവിത മാതൃക ഇവർക്ക് വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവം നമ്മുടെ കർത്താവ് യേശു മിശിഹാ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തന്റെ ജീവദായകമായ ശരീരരക്തങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുകയും നിത്യ ജീവിതത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. മിശിഹായുടെ ജീവദായകമായ തിരുശരീരരക്തങ്ങൾ ആദ്യമായി സ്വീകരിച്ച നിങ്ങളെ അവിടുന്ന് തന്റെ സ്നേഹത്തിൽ നിലനിർത്തുകയും ലോകവ്യാമോഹങ്ങളിൽ പെടാതെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ശിശു സഹജമായ നൈർമല്യത്തിലും ദൈവാശ്രയബോധത്തിലും വളർന്നു വരുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയെ പോലെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ പ്രീതിയിലും വളർന്നു വരുവാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. വിശുദ്ധ കുർബാനിൽ നിന്ന് ശക്തി പ്രാപിച്ചുകൊണ്ട് ജീവിതയാത്ര തുടരുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഭവനങ്ങൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും വാസസ്ഥലങ്ങളാകട്ടെ. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ സംബന്ധിച്ച നിങ്ങളെയും നിങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ബന്ധുമിത്രാദികളെയും മറ്റെല്ലാവരെയും ദൈവസമ്മതമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സ്നേഹവും സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസത്തേക്കായി ഞങ്ങൾ ഒരുക്കിയ എല്ലാ സിസ്റ്റേഴ്സിനും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു. ഇന്നേ ദിവസം മനോഹരമാക്കാൻ പ്രയത്നിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് കൈക്കാരന്മാർ, വൈസ് ചെയർമാൻ, ദേവാലയ ശുശ്രൂഷി, ഗായക സംഘം, അൽത്താര ശുശ്രൂഷികൾ, ഞങ്ങളുടെ ഗോഡ് പേരൻസ് ആയ റോബി അങ്കിൾ, മരിയ ആന്റി, അനീഷ് അങ്കിൾ, സിൻസു ആന്റി, എല്ലാവർക്കും ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. അങ്ങേ തിരുമുറികളിൽ എന്നെ കാണിച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്നും പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുത്. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്റെ മരണനിരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. പ്രത്യേക സൂക്ഷ്മത്തിനും ഭാഗ്യപ്പെട്ട സംരക്ഷണത്തിനും അങ്ങേ കാരുണ്യമുള്ള ഹൃദയത്തിനുമായി എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും ഇന്നും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും എൻ്റെ മരണനേരത്തും ഞാൻ ഏൽപ്പിക്കുന്നു. എൻ്റെ പരിശുദ്ധ മാധ്യസ്ഥവും യോഗ്യതകളും മൂലം എല്ലാ പാപങ്ങളും പ്രവൃത്തികളും വിചാരങ്ങളും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. അങ്ങയുടെയും അങ്ങേ പ്രിയപുത്രൻ്റെയും ഇഷ്ടാനുസരണം നിയന്ത്രിക്കപ്പെടുന്നതിന് എൻ്റെ പ്രത്യാശകളും ആശ്വാസങ്ങളും എൻ്റെ പരീക്ഷകളും ദുരിതങ്ങളും എൻ്റെ സ്നേഹവും താല്പര്യങ്ങളും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ.
നമ്മുടെ വേദക്കുട്ടി, വേദക്കുട്ടിയുടെ ഹോളി കമ്മ്യൂണി. അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെ സിസ്റ്റർ പ്രീതി, ഹസ്ബൻഡ് രൂപേഷ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം വേദമോ. അപ്പോൾ ഇതാണ് വേദയുടെ അപ്പാപ്പൻ, അമ്മാമ്മ, അപ്പൻ, അമ്മ, വേദ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു പിക്ക്. ഇത് വേദയുടെ പേപ്പൻ, അപ്പൻ്റെ അനിയൻ, അപ്പൻ, അമ്മ എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടിയുള്ളൊരു പിക്കാണ്. ഞാനും നമ്മുടെ വേദത്തിൻ്റെ കൂട്ടിയിട്ട് കാണാം. നമ്മൾ ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള പരിപാടി. വേദക്കുട്ടി പുറത്തേക്ക് പോകണു. അവരെല്ലാവരും കൂടി വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഏകദേശം പള്ളിയിലകത്തുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇവിടെ പള്ളിയൊക്കെ കാലിയായി. നമ്മളുള്ളത് ഒന്നും കൂടി പറയണം, നമ്മൾ എറണാകുളം തോപ്പിൽ എന്ന് പറഞ്ഞ പള്ളിയിലകത്താണ്. ഇതാണ് പള്ളിയുടെ പുറത്തുനിന്നുള്ള കാഴ്ചകൾ. നമ്മൾ വേദയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വേദക്കുട്ടി വീട്ടിലെത്തി. വീട്ടിൽ തന്നെയാണ് പരിപാടികളൊക്കെ. നമ്മൾ കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടികളാണ്. കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടികളാണ്. വേദ അതേ കേക്ക് കട്ട് ചെയ്യണം. കൈയടിക്കുന്ന ഒരു സൗണ്ട് ഇല്ലല്ലേ? ഇതാ വേദയുടെ അമ്മാമ്മയ്ക്ക് അപ്പാപ്പനൊക്കെ കേക്ക് മുറിച്ച് കൊടുക്കണം. വേദക്കുട്ടിയുടെ അപ്പൻ്റെ അനിയന് കേക്ക് ആലോചിച്ച് കൊടുക്കണം. ഇതാണ് വേദയുടെ പേപ്പൻ. അങ്കിൾ ഫോട്ടോ വേദയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞത്. ആദ്യ കുർബാന സ്വീകരണത്തിന്റെ പള്ളിയിലെ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി ഞങ്ങൾ എല്ലാവരും വീട്ടിലെത്തി. ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഡയറക്റ്റ് കസിൻസായ എൻ്റെ ഡാഡിയുടെ പെങ്ങന്മാരുടെ മക്കൾ, അതുപോലെ എൻ്റെ അപ്പൻ്റെ അനിയൻ, മമ്മി ഇതായിരിക്കുന്നു. അങ്ങനെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഡാഡിയുടെ പെങ്ങളുണ്ട്, എൻ്റെ ആൻറ്റി, അതുപോലെ എൻ്റെ മമ്മിയുടെ ഇളയമേരെ മോൻ ജിബിച്ചേട്ടൻ, അതുപോലെ ഇളയമോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മമ്മിയുടെ അമ്മായിരെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാർ, ഡയറക്റ്റ് ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ വേദയുടെ അപ്പൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാ ആളുകളും ഉണ്ടായിരുന്നു, ആൻറ്റിമാർ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആളുകൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, കാരണം ചില ആളുകൾക്ക് വീഡിയോയിൽ മുഖം കാണിക്കാനൊക്കെ താല്പര്യക്കുറവുണ്ട്. അതുകൊണ്ട് പലരും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റി. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ കുർബാന കൈക്കൊള്ളപ്പാട്ട വീഡിയോ എറണാകുളം ഭാഗത്ത് തോപ്പിൽ പള്ളിയിലുള്ള ആളുകൾക്ക് പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള നമ്മുടെ പ്രത്യേകിച്ച് കസിൻസോ അല്ലെങ്കിൽ പരിചയക്കാരോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് വെള്ളയപ്പം അല്ലേ? വെള്ളയപ്പം, കോയിൻ പൊറോട്ട. ഇതെന്ത് കട്ട്ലേറ്റാ? ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ട്. ഇത് ചിക്കൻ കറി അല്ലേ? ചിക്കൻ കറി,
നമ്മുടെ കുത്തരിച്ചോറ് അല്ലേ, പിന്നെന്താണ് അങ്കമാലി മാങ്ങാക്കറി നിളക്കി. ഇതാണ് അങ്കമാലി മാങ്ങാക്കറിയില് കയ്യിൽ കൂടെ. ഇത് മോര് അല്ലേ, മോര്, കേബേജ് തോരൻ, ഇത് വെറുതെ ഇളക്കണില്ലേ, മീൻകറി മുളകിട്ടത്. ഇതെന്നൊരു ബീഫ് അല്ലേ, ബീഫ് മറ്റേ തേങ്ങ കൊത്തിട്ടത് എന്ന് പറയാ അല്ലേ, തേങ്ങ കൊത്തുണ്ടല്ലോ. ചിക്കൻ, പിന്നെ അച്ചാറ്, സലാഡ്, ഗ്രീൻ സലാഡ്, പപ്പടം. അപ്പൊ ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ ഐറ്റംസ് അല്ലേ.